ഇത്രയും അടിപൊളി ഒരു ക്ലൈമറ്റിൽ ആക്ച്വലി ഞാൻ ഡൽഹിയിൽ ഡ്രൈവിന് വന്നിട്ടില്ല അതിനു മുമ്പ്. എപ്പോഴും വരുമ്പോൾ ഒന്നില്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ട് ആയിരിക്കും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ് ഡൽഹിയിൽ കേട്ടോ. സോ വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ജീപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് വെഹിക്കിൾ, അതായത് ജീപ്പിന്റെ ഗ്രാൻഡ് ചെറോക്കി. ഈ ഗ്രാൻഡ് ചെറോക്കിയെ കുറിച്ച് 5 പോയിന്റ്സാ പറയാൻ പോകുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള 5 പോയിന്റ്സ്. സോ വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്ന വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ചെറോക്കി. സോ ഫസ്റ്റ് തിങ് ഇതിന്റെ ഡിസൈനാണ്. ആക്ച്വലി ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് ഓൾറെഡി ജീപ്പ് തന്നിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ജീപ്പിന്റെ മെറീഡിയൻ. ആക്ച്വലി മെറീഡിയൻ ഇതും ആയിട്ട് വളരെ സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം ഇത് കുറച്ചൊന്ന് ഷ്രിങ്ക് ചെയ്തിട്ടായിരുന്നു നമുക്ക് ആദ്യം മെറീഡിയൻ തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ അത് വെച്ച് നോക്കുമ്പോൾ ലേറ്റർ ഓൺ ഇത് ഇറങ്ങുമ്പോൾ ഒരുപാട് ഇന്ത്യൻസ്, അതായത് വെഹിക്കിളിനെ കുറിച്ച് കൂടുതൽ അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവർ പെട്ടെന്ന് കാണുമ്പോൾ ജീപ്പിന്റെ മെറീഡിയൻ ആണ് എന്ന് പറഞ്ഞ് വിചാരിക്കും. അതാണ് ഒരു പ്രോബ്ലം. ആക്ച്വലി ഡിസൈൻ എന്റെ ഫേവറേറ്റ് ആണ്. ഭയങ്കര റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഒരു ഹെഡ് ടേണർ ആണ് എന്നൊക്കെ പറയാൻ പറ്റും. ബട്ട് നമുക്ക് മെറീഡിയൻ ഉള്ളത് കാരണം നമുക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഒരു മെറീഡിയൻ ഫ്ലേവർ പലയിടത്തും വരുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് SUV ആണ്. 5 സീറ്റർ ആണെങ്കിൽ പോലും ഒരു 5 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു ഹ്യൂജ് SUV ആണ്. ക്ലോസ് ടു 3 മീറ്റേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ വീൽ ബേസ്. സോ ഇതിന്റെ ആ ഒരു മാച്ചോ ഡിസൈനും ആ ഒരു റോബസ്റ്റ് ഫ്രണ്ട് എൻഡും റോഡ് പ്രസൻസും ഒക്കെ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. പക്ഷെ ഡിസൈനിന്റെ കാര്യത്തിൽ പറയുമ്പോൾ മെറീഡിയൻ ഉള്ളത് കാരണം നോർമൽ പബ്ലിക്കിന് കാണുമ്പോൾ പെട്ടെന്ന് ഇത് മെറീഡിയൻ ആണോ എന്ന് തോന്നിപ്പോവും. അതാണ് ഫസ്റ്റ് പോയിന്റ് അബൌട്ട് ദ ഡിസൈൻ. സോ നമ്മള് ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിയുടെ ഇന്റീരിയേഴ്സിലാണ് ഉള്ളത്. സെക്കൻഡ് പോയിന്റ് ഇന്റീരിയേഴ്സിനെ കുറിച്ച് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഓൾ ബ്ലാക്ക് ഇന്റീരിയേഴ്സ് ആണ്. നമുക്ക് വുഡൻ ഇൻസേർട്സ് വരുന്നുണ്ട്. 3 സ്ക്രീൻസാണ് വരുന്നത്. പാസഞ്ചർക്ക് ഒരു സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സ്ക്രീൻ. സോ പ്രീമിയം ഇന്റീരിയേഴ്സ് ആണ്. പക്ഷെ ആ ഒരു ഫ്ലാഷി, ആ ഒരു ഫാൻസി ഫീൽ ഒന്നും വലുതായിട്ട് വരുന്നില്ല. പക്ഷെ ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ ഈ ഇന്റീരിയേഴ്സ് ഈ ഒരു വെഹിക്കിളിന്റെ ക്യാരക്ടറിന് മാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. വലിയൊരു പനോരമിക് സൺറൂഫോട് കൂടിയിട്ട് വരുന്നുണ്ട്. സ്പെഷ്യൽ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ തന്നെ 2 സീറ്റ്സിലും വെന്റിലേഷനും അതുപോലെ തന്നെ ഹീറ്റിംഗ് ഓപ്ഷൻസും വരുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം അടിപൊളിയാണ്. സ്പേഷ്യസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇന്റീരിയേഴ്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഓഫ് റോഡ് മോഡ്സ് എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ ചെറിയ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. വെഹിക്കിളിന്റെ പിച്ച് ആൻഡ് റോള് ഡിഗ്രീസ് ഒക്കെ കാണിക്കും. സെലക്ട് ടെറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ ഫോർവേഡ് ഫേസിംഗ് ക്യാമറ ഇവിടെ സ്ക്രീനിൽ പോപ്പപ്പ് ആവും. സോ അങ്ങനെയുള്ള ഓഫ് റോഡിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് ട്രാൻസ്ഫർ കേസ് അൺലോക്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇങ്ങനെയുള്ള സ്റ്റിയറിംഗ് ആംഗിൾസ് ഒക്കെ കാണിച്ചു തരും. ഇങ്ങനെയുള്ള കുറച്ച് ഓഫ് റോഡ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. വേറൊരു സൂപ്പർ കൂൾ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 3 സ്ക്രീൻ അല്ല 4 സ്ക്രീനാണ് ഉള്ളത്. ഇതാണ് 4th സ്ക്രീൻ. IRVM വ്യൂ വരുന്ന ഒരു ചെറിയൊരു സ്ക്രീനാണ്. മിറർ അല്ല ആക്ച്വലി. ഇത് നമുക്ക് മിററായിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനും പറ്റും, സ്ക്രീൻ ആക്കി മാറ്റാനും പറ്റും. റിയർ വ്യൂ ക്യാമറയുടെ ക്വാളിറ്റി അടിപൊളിയാണ്. സെക്കൻഡ് റോയിലോട്ട് വരുമ്പോൾ ആക്ച്വലി ദ ബെസ്റ്റ് പൊസിഷൻ ആണ് എന്ന് ഞാൻ പറയില്ല. ഇത്രയും വലിയ വെഹിക്കിൾ ആയിട്ട് പോലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സെക്കൻഡ് റോ സീറ്റ്സ് കൊടുക്കാമായിരുന്നു. പക്ഷേ 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. സൂപ്പർ കൂൾ തിങ്സ് എന്താണ് സെക്കൻഡ് റോയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 USB ചാർജിംഗ് പോർട്ടും 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയാൻ വന്ന കാര്യം. സീറ്റ് ഹീറ്റേഴ്സ് വരുന്നുണ്ട്. സീറ്റ് കൂളേഴ്സ് വരുന്നില്ല, പക്ഷെ സീറ്റ് ഹീറ്റേഴ്സ് വരുന്നുണ്ട് ഈ 2 സീറ്റ്സിനും. അത് മാത്രമല്ല ഇവിടെ കാണുന്നതാണ് ചാർജിംഗ് സോക്കറ്റ്. സോ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും ഇവിടെ ഇത് പ്ലഗ് ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 3rd റോ സീറ്റ്സ് ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയോ? ഇത്രയും വലിയ ബൂട്ട് സ്പേസ്. കമ്പനി പറയുന്നത് ഏകദേശം 1076 ലിറ്റർ ബൂട്ട് ഒരു സ്പേസ് സേവർ വീലും കൂടെ വരുന്നുണ്ട് കേട്ടോ. സോ വലിയൊരു ബൂട്ടാണ് ഗ്രാൻഡ് ചെറോക്കിയിൽ വരുന്നത്. തേർഡ് പോയിന്റ് എഞ്ചിൻ. 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 268 bhpയും 400 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കും 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും. സോ ഓവറോൾ ഇതിന് കുറച്ച് വലിയ എഞ്ചിൻ കൊടുക്കാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. എസ്പെഷ്യലി ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്, കണ്ടില്ലേ? ഇത്രയും സ്പേസ് വെറുതെ കിടക്കുകയാണ്. സോ ജീപ്പ് ഇന്ത്യ നിങ്ങൾക്കൊരു V6 ഒരു V8 കൊടുക്കാമായിരുന്നു ഇവിടെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിട്ട് സൂപ്പർ സ്മൂത്ത് പെട്രോൾ എഞ്ചിൻ, ടർബോ പെട്രോൾ എഞ്ചിനാണ് ജീപ്പ് ഗ്രാൻഡ് ചെറോക്കിയിൽ വരുന്നത്. 4th പോയിന്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾക്ക് സിറ്റിക്കകത്തൊക്കെ ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഓടിക്കാൻ പറ്റും. വലിയ SUV ആണ്, പക്ഷെ എന്നാൽ പോലും കമാൻഡിങ് വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എൻജോയ് ചെയ്ത് സിറ്റിക്കകത്താണെന്നുണ്ടെങ്കിലും റോഡ് ട്രിപ്പിനും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. ഒരൊറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 2 ലിറ്ററിന് പകരം ഒരു 3 ലിറ്ററോ അല്ലെങ്കിൽ ഒരു V6 V8 എഞ്ചിൻ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ്.
ടുവേർഡ്സ് ജീപ്പ് ഇന്ത്യ. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ്, സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ എഞ്ചിൻ ആയിട്ട് പോലും ഈ ടെർബോ പെട്രോളിന് മൈലേജ് വരുന്നത് 7 കിലോമീറ്റർ പെർ ലിറ്ററിന് താഴെയാണ് മൈലേജ് വരിക. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് V6 അല്ലെങ്കിൽ V8 അങ്ങനെ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡെയിലി ഡ്രൈവ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മൈലേജിന്റെ പ്രശ്നമില്ലെങ്കിൽ. ജീപ്പ് ബ്രാൻഡ് ആയത് കാരണം ഇതിന്റെ ഓഫ് റോഡിംഗ് എബിലിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ആണ് ആക്ച്വലി. ഓൺ റോഡിലും അടിപൊളി കംഫർട്ടും കാര്യങ്ങളും തരുന്ന SUV ആണ് ഗ്രാൻഡ് ചെറോക്കി. അതുപോലെ തന്നെ ഓഫ് റോഡിൽ അടിപൊളി ഒരു SUV തന്നെയാണ്. ഇതിപ്പോൾ ഓഫ് റോഡ് ടയേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല, എന്നിട്ട് പോലും നമ്മൾ ആക്ച്വലി ചേറിൽ കിടന്ന് കുറച്ച് അർമാദിച്ചിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി ഒരുപാട് ഓപ്ഷൻസും ഓഫ് റോഡിൽ വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്, 4 വീൽ ഡ്രൈവ് ഒന്നും മാനുവലി സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതിൽ തന്നെ പിച്ച് ആൻഡ് റോൾ കാണിച്ചു തരും സ്ക്രീനിൽ, അതുപോലെ തന്നെ വെഹിക്കിൾ ഡൈനാമിക്സ് കാണിച്ചു തരും, സ്റ്റിയറിംഗ് ആംഗിൾ കാണിച്ചു തരും. അങ്ങനെ ഒരുപാട് ഓഫ് റോഡിന് സപ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ബീങ് എ ജീപ്പ് ബ്രാൻഡ് ഇതൊക്കെ ഇന്നെവിറ്റബിൾ ആണല്ലോ, എന്തായാലും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ 78.5 lakhsന് കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്താ പറയുക, അത്രത്തോളം പ്രീമിയംനെസ്, അത്രത്തോളം ലക്ഷറി, അത്രത്തോളം ഒരു ബ്ലിങ് അല്ലെങ്കിൽ ഒരു ഫാൻസിനെസ് ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും വണ്ടിയുടെ ക്യാരക്ടർ ഒരു ബിറ്റ് ഓഫ് റോഡ് ഹെറിറ്റേജ് ആണല്ലോ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി SUV തന്നെയാണ്. ഒരൊറ്റ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗർ എഞ്ചിൻ വേണമായിരുന്നു.